ചിന്തിച്ച് ഒരു കൂട്ടം ആളുകൾ അവിടെ രൂപപ്പെട്ടു. അതാ കൊരിന്തിലെ ദൈവസഭ. ക്രിസ്തുവെന്ന അടിസ്ഥാനത്തിന്റെ മേൽ, ക്രൂശിന്റെ വചനത്തിന്റെ മേൽ, പരിശുദ്ധാത്മ നിറവിൽ പണിത ഒരു ആലയമാണ്, ഒരു സഭയാണ് കൊരിന്തിലെ ദൈവസഭ. എന്നാൽ ആ സഭയിലുള്ളവർക്ക് സംഭവിച്ചത്, കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അവരെന്തിന് ഇറങ്ങിത്തിരിച്ചു എന്ന് തന്നെ അവർ മറന്നുപോയി. പാപബോധവും പ്രായശ്ചിത്ത മരണവും നിത്യജീവനും ഒക്കെ മുമ്പിൽ കണ്ടുകൊണ്ടിറങ്ങിയവർ ഈ ലോകത്തിന്റെ നാനാവ്യാധികൾ, പ്രയാസങ്ങൾ നന്നായി എനിക്കിന്നുണ്ടായിടിലും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ച് അങ്ങ് പോകണമെന്നൊക്കെ പറഞ്ഞിറങ്ങിയവർ കുറച്ചു കഴിഞ്ഞപ്പോൾ ലൗകിക ചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് വന്നു. ലൗകിക ചിന്തകൾ എന്ന് പറയുമ്പോൾ ഇഹലോകത്തിന്റെ ആഡംബരവും ഇഹലോകത്തിന്റെ നാനാവിധത്തിലുള്ള ചിന്താഗതികളും അവരുടെ ആത്മീകതയെ ബാധിച്ചു. അവർ പിന്നെയും സഭയിൽ വരുന്നുണ്ട്, സഭയിൽ വരാതിരുന്നില്ല. അവർ ബൈബിൾ എടുത്തോണ്ടാണ് സഭയിൽ വരുന്നത്. വീണ്ടും ജനിച്ചവരാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും ഒക്കെയാണ്. പക്ഷേ ഡ്രിഫ്റ്റ് വന്നത് അവരുടെ മനസ്സിൽ ഏകാഗ്രത നഷ്ടപ്പെട്ടു. എന്തിനോടുള്ള ഏകാഗ്രത? യേശു കർത്താവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു. നിത്യതയോടുള്ള ബന്ധത്തിലുള്ള ചിന്തകൾ മാറി ഭൗമികമായത് ചിന്തിക്കാൻ തുടങ്ങി.